അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആടിനെ ചതിക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷേ ആടുകൾക്ക് തിരിച്ചറിയില്ല. കാരണം ആടിൻ്റെ തോലണിഞ്ഞിട്ടാണ് വന്നു നിൽക്കുന്നത്. പിന്നെ എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക? അതതിൻ്റെ ജന്മസ്വഭാവമായ ഓരിയിടൽ ചില സമയങ്ങളിൽ അറിയാതെ ചെയ്തു പോകും. ആ കൂവൽ കേൾക്കുമ്പോഴാണ് ഇത് ചെന്നായയാണ് എന്ന് ആട്ടിൻപറ്റത്തിന് മനസ്സിലാകുന്നത്. അപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിൽ ആട്ടിൻപറ്റം അപകടത്തിൽപ്പെടും. അതുകൊണ്ടാണ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയുടെ സ്വഭാവം എന്ന് നമ്മൾ പറയാറുള്ളത്. ആ സ്വഭാവമുള്ള ചില മനുഷ്യന്മാരും നമുക്കിടയിലുണ്ട്. അവർ നമ്മുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കും, നമ്മളെ സുഖിപ്പിച്ച് സംസാരിക്കും. ചില സമയങ്ങളിൽ അവരറിയാതെ ഇങ്ങനെ ഓരിയിട്ട് പോകും. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോളണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അപകടത്തിലായി പോകും. ഇപ്പോൾ സ്വാമിജി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ചങ്ങാതി ഉണ്ടല്ലോ, അയാൾ ഇടയ്ക്കിടയ്ക്ക് കാന്തപുരം ഉസ്താദിനെ ഇപ്പം തെറി പറയുകയാണ്. തുടങ്ങിയിട്ട് 1-2 കൊല്ലമായി. തുടങ്ങിയ സമയം മുതൽ തന്നെ ഇയാളെ അതിശക്തമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഇയാൾ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായയാണെന്ന് തെളിവ് സഹിതം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പല ആളുകൾക്കും അത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായാൽ തന്നെ അയാൾ കാന്തപുരം ഉസ്താദിനെയല്ലേ പറയുന്നത് എന്നോർത്തിട്ട് നന്നായിട്ട് അയാളെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇയാൾ വെറും കാന്തപുരം ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തിലുള്ളവരെ മാത്രമല്ല അപകടത്തിൽപ്പെടുത്തുന്നത്, ഈ സമുദായത്തെ ഒന്നാകെ ചതിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ വിമർശിക്കണോ പറയണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചേക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ അങ്ങനെ കമൻറ്റും എഴുതിയിട്ടുണ്ട്. ഇയാൾ ആരാണെന്ന് ബോധ്യമായാൽ ഇതിനേക്കാൾ ശക്തമായ ഭാഷയിൽ നിങ്ങളും വിമർശിക്കും. എന്തായാലും അങ്ങനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്താൻ എനിക്ക് നല്ല തല്ല് കിട്ടുമെന്നാണ്. എന്താ ഹാരിസോ, അവനിക്ക് അടി ഉറപ്പാണ്. അവന് ആദ്യം താമസിയാതെ അവന് അടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് അടി കിട്ടും അധികം താമസിക്കാതെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നടന്നത് തന്നെയാണ്. ഞാൻ എന്തായാലും അടി പേടിച്ച് നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. തമിഴ്നാട്ടിൽ പോയി ഒളിച്ചു താമസിക്കുന്നൊന്നുമില്ല. ഞാൻ ജനിച്ച നാട്ടിൽ ഇന്നും അന്തസ്സോടെ ജീവിക്കുന്നുണ്ട്. തല്ലണോ? വന്നോളൂ, കാണട്ടെ എന്നെ ഒന്ന് തല്ലണത്. താമസിയാതെ എനിക്ക് കിട്ടുന്നത് ഞാനൊന്ന് കാണട്ടെ. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. എന്തായാലും ഇയാൾ ഇങ്ങനെ എനിക്കെതിരെ ഉറഞ്ഞു തുള്ളാനുള്ളതിൻ്റെ കാരണം എന്താണ്? ഇയാൾ സംഘിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പം ഈ അടുത്ത ഇയാളുടെ ഒരു വീഡിയോ, അയാൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഘികളുടെ ഒരു വനിതാ നേതാവായി അറിയപ്പെടുന്ന ആളാണല്ലോ ശശികല. അവരെ വിശേഷിപ്പിക്കുന്നത് കേട്ടു നോക്ക്. ബഹുമാനപ്പെട്ട ശശികല ടീച്ചർ, ഞങ്ങളൊക്കെ അമ്മ എന്നാണ് വിളിക്കുക. എന്നെക്കാളും പ്രായം കുറവാണ് അവർക്കെന്നാലും അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ശൈലി മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് ജന്മം മുഴുവൻ അവർ തപമാക്കുകയാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവരെ അമ്മ എന്നാണ് വിളിക്കാറ്. അവര് പങ്കുവെച്ചൊരു പ്ലോട്ട് കണ്ടിട്ട് അതിശയിച്ചു പോയി. പാലക്കാട് നഗരമധ്യത്തിൽ ഒരു പെണ്ണ് നിസ്കരിച്ചതാണ്. അതിനെ ഇയാളെടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ അയാൾ എഴുതിയ തമ്പനയിൽ തന്നെ, അയാൾ എഴുതിയ ക്യാപ്ഷൻ തന്നെ കണ്ടോ? ഒരു മുസ്ലിം തേവിടിച്ച് നടു റോഡിൽ നിസ്കരിക്കുന്നു എന്നാണ്. അയാളുടെ വായിൽ നിന്നും അയാളുടെ കയ്യിൽ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള വാക്കുകളേ വരൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാളൊരു യഥാർത്ഥ സ്വാമിയല്ല, സന്യാസിയല്ല എന്ന്. യഥാർത്ഥ സ്വാമിയും സന്യാസിയുമൊന്നും ഇത്തരത്തിൽ വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളും പറഞ്ഞ് നടക്കില്ല. എന്തായാലും ഇയാൾ ശശികലയെ വിശേഷിപ്പിച്ചത് കേട്ടോ. ബഹുമാനപ്പെട്ട ശശികല, ഞങ്ങളൊക്കെ അമ്മ എന്നാണ് വിളിക്കുന്നത് എന്ന്. ഇയാൾ അമ്മ എന്ന് വിളിച്ച ഒരു വിളി ഞാനൊന്ന് കേൾപ്പിച്ചു തരട്ടെ.
കോഴിക്കോട് മർക്കസ് സിറ്റി, നോളജ് സിറ്റി, അവിടെയുള്ള അതിൻ്റെ പരമാചാര്യൻ ശ്രീ AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ തിരുനാവായിൽ നടക്കാൻ പോകുന്ന കുപ്പമേളയുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് മേലെ ചെളി വാരിയെറിയുകയാണ് ഹിന്ദു ഐക്യവേദി, സംഘപരിവാർ ഗ്രൂപ്പ്, നമ്മുടെ വിഷകല. എന്താ വിളിച്ചത്? അമ്മ എന്നാണോ? വിഷകല എന്ന്. അന്ന് AP ഉസ്താദിനെ പൊക്കി പറഞ്ഞതാണ് ഇയാൾ അങ്ങനെയാണ്. ചില സമയത്ത് പൊക്കിപ്പറയും, ചില സമയത്ത് തെറി പറയും. ഇപ്പൊ ഇയാൾ വിളിച്ചതോ അമ്മ. ബഹുമാനപ്പെട്ട ശശികല, ഇയാളുടെ ഉള്ളിലിരിപ്പ് പുറത്തു ചാടുന്നത് ഇങ്ങനെയൊക്കെയാണ്, അറിയാതെ ഓരിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോളണം, ഇല്ലെങ്കിൽ അപകടത്തിൽപ്പെടും നമ്മൾ. ഇവിടെ വർഗീയതയുണ്ടാക്കാനും ഇവിടെ പരസ്പരം തമ്മിലടിപ്പിക്കാനും കാര്യസാധ്യത്തിന് വേണ്ടിയുമാണ് ഇയാൾ ഈ മുസ്ലിം സ്നേഹവും ഇസ്ലാം പ്രേമവും ഒക്കെ കാണിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടത്തിലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാന്തപുരം ഉസ്താദിനെ ചീത്ത പറഞ്ഞതുകൊണ്ട് മാത്രവുമല്ല. ഇയാൾ കാന്തപുരം ഉസ്താദിനെ മുമ്പിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറവിൽ ഇയാൾ ഇസ്ലാമിക വിശ്വാസങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ കഅബയെക്കുറിച്ച് പറഞ്ഞത്, ഖുർആനിനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടും മനസ്സിലാകാത്ത കുറേ ആളുകൾ നമുക്കിടയിലുണ്ട്. കഷ്ടമെന്നല്ലാതെ വേറെന്തു പറയാനാണ്. അതുകൊണ്ട് ഇയാളുടെ വീഡിയോ കാണാൻ തന്നെ പോകാതിരിക്കുകയാണ് വേണ്ടത്. അതിൽ കമൻ്റ് എഴുതാനോ ലൈക്ക് കൊടുക്കാനോ അനുകൂലിച്ചും എതിർത്തുമൊന്നും കമൻ്റ് പോലും എഴുതാൻ നിൽക്കരുത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുക.